എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ ആട്ടി ഓടിച്ചവർ നിങ്ങളെ കൈതട്ടി വിളിക്കുകയും നിങ്ങളെ നമിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വരികയാണ്. ഈ നക്ഷത്രക്കാർ നിസ്സാരക്കാരൊന്നുമല്ല. ഇവരുടെ ജീവിതത്തിൽ തിരിച്ചുവരവിൻ്റെ കാലം വളരെ വിജയത്തോടു കൂടി തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് തന്നെ പങ്കുവെക്കുകയാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. കമൻറ്റുകൾ നിങ്ങളുടെ നക്ഷത്രഫലം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കമൻറ്റുകൾ വരുന്ന നക്ഷത്ര ജാതകരുടെ മാസഫലം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നതാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് ഭരണി നക്ഷത്ര ജാതകരെ കുറിച്ചാണ്. ഭരണി നക്ഷത്ര ജാതകരെ ആട്ടിയോടിച്ചവർ അവരുടെ മുൻപിൽ തലകുമ്പിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ വരികയാണ്. ഇനി ഈ നക്ഷത്ര ജാതകർ സാമ്പത്തിക പുരോഗതികൾ കൈവരിക്കുന്ന ദിവസങ്ങളാണ്. ഇവരെ ഏറെ അലട്ടിക്കൊണ്ടിരുന്ന കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. ദാമ്പത്യ ക്ലേശങ്ങൾക്കും കുറവ് കണ്ടു തുടങ്ങും. സമൂഹത്തിൽ ഒരു വില ഇവർക്ക് ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽ രംഗം നഷ്ടത്തിൽ പോയിക്കൊണ്ടിരുന്നവർക്ക് അത് മെച്ചപ്പെടുന്ന സാഹചര്യങ്ങൾ കൂടി കാണുന്നുണ്ട്. കച്ചവടക്കാർക്കും അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. ഭൂമി സംബന്ധിച്ചും ധനപരമായിട്ടും ഉള്ള വഞ്ചനകളിൽ അകപ്പെടാതെ രക്ഷപ്പെട്ടു പോകും. കുടുംബത്തിൽ സ്ത്രീകൾ മൂലം ഒരു സാമ്പത്തിക പുരോഗതി കാണുന്നുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം ഇരട്ടിയായിട്ട് ലഭിക്കും. ഉദരരോഗം, നേത്രരോഗം, പനി, മുറിവിൽ നിന്നും അമിതമായ രക്തസ്രാവം, അർശോരോഗബന്ധിയായ രക്തസ്രാവം ഇവയ്ക്ക് സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾക്ക് ഒരു പരിധിയുണ്ടാകും. വാക്കുദോഷം മൂലം കാര്യതടസ്സങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ജോലിക്കാർക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. അധികാരസ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് ആജ്ഞാശക്തി കൊണ്ട് കാര്യങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. മറ്റുള്ളവരുടെ ആദരവും അംഗീകാരവും ലഭിക്കും. വിവാഹമോചന കേസുകൾ സൂക്ഷ്മതയോടെ നടത്തണം. അപ്രതീക്ഷിതമായി ചില പ്രധാന കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. വീട്ടിൽ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. ദോഷശാന്തിക്കായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി മകയിരം നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയേണ്ടത്. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ എല്ലാം മാറിത്തുടങ്ങും. ധനനേട്ടം ലഭിച്ചു തുടങ്ങും. ഉദ്യോഗാർത്ഥികൾക്ക് ഗവൺമെൻറ് ജോലിക്കുള്ള ചില സാധ്യതകൾ കാണുന്നുണ്ട്. പല പ്രകാരേണ ധനാഗമങ്ങൾ ഉണ്ടാകും. കഠിനമായ ദുഃഖ അനുഭവങ്ങൾക്ക് ഇടയുണ്ട്. വഴിയാത്രയിൽ പല വിഷമതകളും ഉണ്ടാകും. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറഞ്ഞു തുടങ്ങും. പല വിധത്തിലുള്ള രോഗാരിഷ്ഠിതകളാൽ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുമായി സംസർഗത്തിൽ ഏർപ്പെടും. യാത്രകൾ വേണ്ടിവരും. തൊഴിൽ രംഗത്ത് വേണ്ടത്ര പുരോഗതി ഉണ്ടാകും. വിവാഹ ആലോചനകളിലെ തടസ്സം നീങ്ങിവരും. ഉറപ്പിച്ച വിവാഹങ്ങൾ നടത്താൻ യാതൊരു ക്ലേശവും ഉണ്ടാകില്ല. ഈശ്വരാരാധനയ്ക്ക് പണം ചിലവഴിക്കേണ്ടി വരും. ഭൂമി കച്ചവടത്തിൽ നഷ്ടം വരാതെ ശ്രദ്ധിക്കണം. നാൽക്കാലി വളർത്തൽ ലാഭകരമാകും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ്. സ്വയം തൊഴിലുകളിൽ അധിക പണം ചിലവാക്കരുത്. ഗർഭപാത്രബന്ധിയായ രോഗങ്ങൾ, മൂത്രാശയബന്ധിയായ രോഗങ്ങൾ, വീഴ്ച ഇവ ശ്രദ്ധിക്കണം. ഇവർ ദോഷശാന്തിക്കായിട്ട് ഗണപതി ഹോമം കഴിപ്പിക്കുകയും അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രങ്ങൾ കൂടുതൽ സന്ദർശിക്കുന്നതും ഇവർക്ക് ഗുണം ചെയ്യും. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം ഉണ്ടാകും. കോൺട്രാക്ടർമാർക്ക് നല്ല കാലമാണ്. ഗവൺമെൻറ്റിൽ നിന്നുള്ള കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. കള്ളന്മാരുടെയും അഗ്നിയുടെയും ഉപദ്രവം ഉണ്ടാകാൻ ഇടയുണ്ട്. മനോവിചാരങ്ങളും ആദിയും കുറഞ്ഞു തുടങ്ങും. ശത്രുക്കളുടെ ശക്തി കുറയുമെങ്കിലും ഒന്ന് കരുതിയിരിക്കണം. ധനാഗമങ്ങൾ ഉണ്ടാകും.
വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും. ദാമ്പത്യ കലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. ശ്വാസം മുട്ടൽ, പനി, ചുമ, കാലിന് തരിപ്പ്, നടുവും പുറകും വേദന, പ്രമേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവ ഉണ്ടാകും. വാഹനങ്ങളിൽ നിന്നും മറ്റും വീഴാനും സാധ്യതയുണ്ട്. മനസ്സിന് സ്വസ്ഥത ലഭിച്ചു തുടങ്ങും. മുൻകോപം നിയന്ത്രിക്കണം. ഉറക്കം കുറയുകയും അപ്രതീക്ഷിതമായ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ മാറ്റാൻ അധ്യാപകരുടെ പിന്തുണ ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കും. ഇനി പൂയം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. ഉദ്യോഗ കയറ്റത്തിന് സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം കാണും. പലവിധ ഐശ്വര്യ അനുഭവങ്ങൾ ഉണ്ടാകും. മനസ്സിനെ അലട്ടുന്ന ഉൾഭയം കുറയും. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. വഴിയിൽ തടഞ്ഞു നിർത്തുക തുടങ്ങിയ അനുഭവങ്ങൾക്ക് ഇടയുണ്ട്. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും. എല്ലാ കാര്യങ്ങൾക്കും ഉള്ള അലസതകൾ മാറിത്തുടങ്ങും. ദാമ്പത്യബന്ധം പ്രതീക്ഷിക്കുന്നതിലും നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. തൊഴിൽ രംഗത്തുകളെ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാൻ സാധിക്കും. പ്രോജക്റ്റുകളുടെയും ശില്പങ്ങളുടെയും മറ്റ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില സാമ്പത്തിക പുരോഗതികൾ കാണുന്നുണ്ട്. വിദേശത്ത് തൊഴിൽ എടുക്കുന്നവരും അതുപോലെ തന്നെ വ്യാപാരങ്ങൾ നടത്തുന്നവരും മുൻപ് സംഭവിച്ചതായ നഷ്ടങ്ങളിൽ നിന്ന് കരകയറുവാൻ തുടങ്ങും. തൊഴിൽ അന്വേഷകർക്കും അഭ്യസ്ത വിദ്യർക്കും ശുഭകാര്യങ്ങൾ സംഭവിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക. ഗൃഹത്തിൽ എള്ളുതിരി കത്തിക്കുക. ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, നീരാജനം, കറുത്ത പട്ടുചാർത്തൽ, പായസം എന്നിവ യഥാശക്തി നടത്തുക. ജന്മനാളുകളിൽ ശിവക്ഷേത്രത്തിൽ ആയുസൂക്തം, പുഷ്പാഞ്ജലി, ശംഖാഭിഷേകം, വിളക്ക് എന്നിവ നടത്തുന്നതും വളരെ നല്ലതായിരിക്കും. ഇനി ചിങ്ങക്കൂറിൽ മകം, പൂരം, ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവരെക്കുറിച്ചൊന്ന് നോക്കാം. കർമ്മസംബന്ധമായ ഉയർച്ചകൾ, പാരിതോഷികങ്ങൾ എന്നിവ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകും. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. രേഖാപരമായ കാര്യങ്ങൾ, ബാങ്ക് ഇടപാടുകൾ എന്നിവ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. പ്രിയപ്പെട്ടവരെ കാണുവാനും സന്തോഷം പങ്കുവെക്കുവാനും അവസരം ലഭിക്കും. നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കും. യാത്രകൾ ശുഭവും ഫലപ്രദവും ആകും. കർഷകർക്കും കലാകാരന്മാർക്കും പൊതുവെ മെച്ചപ്പെട്ട ഫലങ്ങൾ ഉണ്ടാകും. മുടങ്ങി നിൽക്കുന്ന വിദേശയാത്രകൾ തടസ്സങ്ങൾ നീങ്ങി നല്ല രീതിയിൽ ശുഭമായിട്ട് നടക്കും. കാലുകൾക്കും ഉദരത്തിനും ചെറിയ അസുഖങ്ങളും വേദനയും അനുഭവപ്പെടുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല. ആയുധങ്ങൾ, മറ്റിരുമ്പ് കൊണ്ടുള്ള വസ്തുക്കൾ, യന്ത്രങ്ങൾ എന്നിവയിൽ നിന്നൊക്കെയുള്ള അപകടങ്ങൾ ശ്രദ്ധിക്കണം. പുതിയ ഗൃഹങ്ങൾ നിർമ്മിക്കാനോ വാങ്ങുവാനോ പറ്റിയ സമയമാണ്. ധനവിനിയോഗം കാര്യക്ഷമവും ശ്രദ്ധാപൂർവവും ആക്കുക. പ്രണയിക്കുന്നവർക്ക് ഇഷ്ടപ്രാപ്തിക്കും സാധ്യതകൾ കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വ്യാഴാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക. ഭാഗവതം, നാരായണീയം, വിഷ്ണു സഹസ്രനാമം ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിത്യേന പാരായണം ചെയ്യുന്നത് ജീവിതത്തിൽ പുരോഗതിക്ക് വഴിമാറും. ഇനി കന്നിക്കൂറിൽ ഉത്രം നക്ഷത്ര ജാതകർ 2, 3, 4 പാദത്തിൽ ജനിച്ചവർ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. പൊതുവെ ഈശ്വരാധീനമുള്ള സമയമാണ്. കാര്യങ്ങളെല്ലാം പ്രതീക്ഷയ്ക്കൊത്ത് വേഗത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കും. അതും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട് എല്ലാ കാര്യങ്ങളും നടപ്പാക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ഈ സമയത്ത് നടത്തിയാൽ വിജയം ഇവർക്കൊപ്പമാണ്. മത്സര പരീക്ഷകളിലും തൊഴിൽ അന്വേഷണങ്ങളിലും നല്ല വിജയമായിരിക്കും ഇവർക്കുണ്ടാകുക. സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുവാനും നഷ്ടപ്പെട്ടവ തിരികെ വരുന്നതിനും ഉള്ള വഴികൾ തുറക്കുന്നത് കാണുവാൻ ഈ ദിവസങ്ങളിൽ സാധിക്കും. കുഞ്ഞുങ്ങളിൽ രോഗങ്ങളും മറ്റും ശാരീരികവും മാനസികവുമായ വൈഷമ്യങ്ങളും ധാരാളമായിട്ടുണ്ടാകുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല. വാഹനങ്ങൾ, നാൽക്കാലികൾ എന്നിവയെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട സമയം കൂടിയാണ്. ഇവർ ദോഷനിവാരണത്തിന് നിത്യേന നാമജപം നടത്തുക. ഇനി തുലാക്കൂറിൽ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. യാതൊരുവിധ ആപത്തുകളും ഇല്ല. പുതിയ ചില ചിന്തകൾക്കും തുടക്കങ്ങൾക്കും സാധ്യതയുണ്ട്. വാഹനങ്ങൾ, കന്നുകാലികൾ, കൃഷി, വ്യവസായം എന്നീ മേഖലകൾ പുഷ്ടി പ്രാപിക്കും.
ആരോഗ്യ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഭൂമി സംബന്ധമായ വ്യവഹാരങ്ങൾ, തർക്കങ്ങൾ, ആപത്തുകൾ എന്നിവയിൽ നിന്നെല്ലാം മുക്തി നേടാനായിട്ട് സാധിക്കും. വിദ്യയിലെ തടസ്സങ്ങൾ നീങ്ങി വിജയത്തിലേക്ക് എത്തിച്ചേരും. വാണിജ്യ മേഖല മുമ്പില്ലാത്ത വണ്ണം ഉയർത്തെഴുന്നേൽക്കുന്നത് കാണാനായിട്ട് ഇവർക്ക് തന്നെ നേരിട്ട് സാധിക്കും. ഗവൺമെൻറ്റിൽ നിന്ന് ചില സഹായങ്ങൾ ലഭിക്കും. കൂട്ടുകച്ചവടങ്ങളിൽ തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും. ഗൃഹനിർമ്മാണത്തിനും ഭൂമി സംബന്ധമായ കൊടുക്കൽ വാങ്ങലുകൾക്കും പറ്റിയ സമയമാണ്. ഇവർ ദോഷപരിഹാരമായിട്ട് സുബ്രഹ്മണ്യ ഭജനം നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.